ബ്രഹ്മയുഗം 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കറിയാം വേൾഡ് വൈഡ് ആയിട്ട് 4 ദിവസം കൊണ്ട് ഈ ഒരു ചിത്രം 33 കോടി രൂപയാണ് നേടിയിട്ടുണ്ടായിരുന്നത്. 5 ദിവസം കൊണ്ട് ഈ ഒരു ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് 36 കോടി രൂപയാണ് നേടിയിട്ടുള്ളത്. ഇത് ബോക്സ് ഓഫീസ് അനലിസ്റ്റുകൾ പറയുന്ന പ്രകാരമാണ് ഈ ഒരു കണക്ക്. അതായത് ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കളക്ഷന്റെ കാര്യത്തിൽ കേരളത്തിൽ മാത്രമാണ് ഇടിവ് സംഭവിച്ചത്. അതായത് തിയേറ്ററുകളിൽ ആളില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളിലോ ഒന്നുമല്ല, അത് തിയേറ്ററുകളുടെ കുറവ് തന്നെയാണ്. ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ ഒരു പടത്തിന് ഇത്രയ്ക്കും കുറവ് റിലീസിന് എത്തിക്കുന്നത് ആൻഡോ ജോസഫ് മാത്രമായിരിക്കും. അത്രയും തരം താഴ്ന്ന ഒരു നിർമ്മാതാവോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറോ വേറെ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. GCCയിലും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും വലിയ കളക്ഷൻ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് നേടിക്കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും 1 കോടിക്ക് മുകളിലാണ് ഇപ്പോൾ കളക്ഷൻ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ രജനീകാന്തിന്റെ ലാൽസലാം എന്ന പടത്തിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് മമ്മൂക്ക അവിടെ കളം നിറയുന്നത്. അടുത്ത ദിവസങ്ങളിലായിട്ട് ചിത്രത്തിന്റെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലുള്ള പതിപ്പുകൾ ഇറങ്ങുന്നുണ്ട്. അതോടുകൂടി വലിയൊരു പാൻ ഇന്ത്യ ലെവലിൽ ചിത്രം ശ്രദ്ധിക്കപ്പെടും. ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ഈ ഒരു ചിത്രം ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു. തമിഴിൽ ഈ ഒരു മലയാള പതിപ്പ് മാത്രമാണ് കേട്ടോ 1 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. മറ്റു ഭാഷകളിൽ കൂടി ചിത്രം റിലീസിനെത്തിയാൽ ചിത്രത്തിന്റെ കളക്ഷൻ ലെവൽ വേറെ മലയാളത്തിലെ നമ്പർ 1 ആയി തന്നെ തീരും എന്നുള്ള കാര്യം ഉറപ്പാണ്.